മക്കളെ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് കറുമ്പിപ്പയ്യ് എന്ന പാഠഭാഗത്തിൽ LSSന് വരാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. അർത്ഥം, സമാനപദം, പിരിച്ചെഴുതുക, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. മക്കൾ എഴുതിയെടുത്ത് പഠിക്കുക. ഫസ്റ്റ് നമുക്ക് ചോദ്യോത്തരങ്ങൾ നോക്കാം. കവിതയിൽ ഒരു കുഞ്ഞും അമ്മയും ഉണ്ടല്ലോ. ആരാണ് ഇവിടെ കുഞ്ഞ്? ആരാണ് അമ്മ? കവിതയിലെ കുഞ്ഞ് നെൽവിത്താണ്. മുളക്കാൻ കാത്തു കിടക്കുന്ന നെൽവിത്തിന് ജീവൻ നൽകുന്ന മേഘമാണ് ഇവിടെ അമ്മ. കടുത്ത വേനലിൽ കരിഞ്ഞുണങ്ങാറായ പ്രകൃതിക്ക് ജീവൻ നൽകുന്നത് പുതുമഴയാണ്. അടുത്ത ചോദ്യം, കുഞ്ഞ് ഉറങ്ങിക്കിടക്കുകയാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഒരു കുഞ്ഞ് ഉറങ്ങിക്കിടക്കുമ്പോൾ അനക്കവും ഒച്ചയും ഉണ്ടാകില്ലല്ലോ. അതുപോലെയാണ് നെൽവിത്ത് മണ്ണിൽ കിടക്കുന്നത്. നെൽവിത്ത് വളരാൻ തുടങ്ങിയിട്ടില്ല. അതിനകത്ത് വളരാനുള്ള ശക്തിയുണ്ട്. ശരിയായ വെള്ളവും വെളിച്ചവും കിട്ടുമ്പോൾ നെൽവിത്തിൽ നിന്നും ചെടി വളർന്നു വരും. അത് വലിയ ചെടിയായി വളർന്നു വരും. വളർച്ചയുടെ ശരിയായ സമയം വരുന്നതുവരെ നെൽവിത്ത് മണ്ണിൽ ക്ഷമയോടെ കാത്തിരിക്കുന്നു. ഈ കാത്തിരിപ്പിനെയാണ് ഉറക്കമെന്ന് കവി മനോഹരമായി വർണ്ണിച്ചിരിക്കുന്നത്. കടൽക്കരയിൽ മേയുന്ന കറുമ്പിപ്പയ്യ് അമ്മയെപ്പറ്റി കവി അങ്ങനെ പറയാൻ കാരണമെന്ത്? ആൻസർ, കടലിൽ നിന്നും ഉയരുന്ന നീരാവിയാണ് മഴമേഘങ്ങളായി പല ദിക്കിലും മഴ പെയ്യിക്കുന്നത്. കടൽക്കരയിൽ മേയുന്ന കറുമ്പിപ്പയ്യ് എന്ന് മഴമേഘത്തെപ്പറ്റി കവി പറയുന്നതിന് കാരണം ഇതാണ്. അടുത്ത ചോദ്യം, എങ്ങു നിന്നോ കേൾക്കാം ഉമ്പാവിളികളാദ്യം. എന്താണ് ഉമ്പാവിളി? എന്തിനാണ് ഇങ്ങനെ വിളിക്കുന്നത്? കവിതയിൽ നെൽവിത്തിനെ ഒരു കുഞ്ഞു പശുക്കുട്ടിയായിട്ടാണ് കവി സങ്കല്പിച്ചിട്ടുള്ളത്. അതുപോലെ നെൽവിത്തിന് ജീവൻ നൽകുന്ന മഴമേഘത്തെ അമ്മ പശുവായും സങ്കല്പിച്ചിരിക്കുന്നു. നെൽവിത്ത് മണ്ണിൽ നിന്നും ഉണരുമ്പോൾ ഭക്ഷണത്തിനായി അമ്മയെ വിളിക്കുന്നതായി കവി സങ്കല്പിച്ചിരിക്കുന്നു. നെൽവിത്ത് മുളക്കാൻ ഒരുങ്ങുമ്പോൾ അതിന് വെള്ളവും മറ്റു പോഷകങ്ങളും വേണം. വെള്ളത്തിനായി അത് നിശബ്ദമായി അമറുമ്പോൾ ആകാശത്തു കൂടി അലഞ്ഞു നടക്കുന്ന മഴമേഘം, അതായത് അമ്മ പശു, അത് കേൾക്കുന്നു. കാറ്റിൻ്റെയും ഇടിയുടെയും അകമ്പടിയോടെ പുതുമഴ വന്നെത്തുന്നു. അതിനെയാണ് ഉമ്പാവിളികൾ എന്നു കവി വിശേഷിപ്പിക്കുന്നത്. കനത്ത അകിടുമായി വന്നെത്തുന്ന അമ്മ പശു മഴമേഘം തന്നെയാണ്. നെൽവിത്ത് മുളക്കുമ്പോൾ വെള്ളവും പോഷകവും നൽകി പ്രകൃതി അതിനെ വളർത്തിയെടുക്കുന്നു. ഒരമ്മ കുഞ്ഞിനെ എന്നതുപോലെ. ഈ വരികൾ പ്രകൃതിയിലെ ജീവൻ്റെയും വളർച്ചയുടെയും താളത്തെ സൂചിപ്പിക്കുന്നു. ഒരു കുഞ്ഞ് അമ്മയിൽ നിന്നും പാൽ കുടിച്ചു വളരുന്നത് പോലെ നെൽവിത്ത് ഭൂമിയിൽ നിന്ന് വെള്ളവും വളവും മറ്റു പോഷകങ്ങളും വലിച്ചെടുത്താണ് വളരുന്നത്. നമുക്ക് അർത്ഥം നോക്കാം. പൈക്കുട്ടി, പശുക്കുട്ടി. അമറുക, പശുവിൻ്റെയും മറ്റും കരച്ചിൽ. തച്ചു വലിച്ചിഴക്കുക, അടിച്ചു വലിച്ചിഴക്കുക. വശമില്ല, അറിയുകയില്ല, നിശ്ചലം, അനങ്ങാതെ. കുറുമ്പ്, കുസൃതി, പ്രസക്തം, പ്രധാനം. നമുക്ക് സമാനപദങ്ങൾ നോക്കാം. ഉറക്കം, നിദ്ര, ശയനം, സുഷുപ്തി. പശു, ഗോവ്, സുരഭി, അർജുനി. കടൽ, ആഴി, സമുദ്രം, അഭി. പിരിച്ചെഴുതാം. ഈ ചെറു നെൽവിത്ത് എങ്ങനെ എഴുതാം? ഈ പ്ലസ് ചെറു പ്ലസ് നെൽവിത്ത്. കിടന്നുറക്കം, കിടന്ന് പ്ലസ് ഉറക്കം. കുറുമ്പാണെന്നോ, കുറുമ്പ് പ്ലസ് ആണെന്നോ. മെല്ലെ തെളിച്ചാൽ, മെല്ലെ പ്ലസ് തെളിച്ചാൽ. കനത്തൊരകിടുമായി, കനത്ത പ്ലസ് ഒരു പ്ലസ് അകിടുമായി. കടന്നു വരുമതിൻ്റെ, കടന്നു വരും പ്ലസ് അതിൻ്റെ. ഓക്കെ മക്കൾ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് മക്കളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.